ട്രെയിൻ യാത്രയിൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്നത് സേഫ് ആണോ? ഇന്നത്തെ ഈ വീഡിയോയില് നമ്മളെ ഭക്ഷണം ഓൺലൈനായിട്ട് ട്രെയിനിനുള്ളിൽ ഭക്ഷണം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതും എങ്ങനെ സേഫ് ആയിട്ട് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ട്രെയിനിൽ ഫുഡ് കിട്ടുന്ന ഒരു 3 ഓപ്ഷനാണ്. ഒന്ന്, ട്രെയിനിലെ തന്നെ പാൻട്രി കാർ, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഏതെങ്കിലും സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഫുഡ്. അല്ലാതെ നമുക്ക് അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് ട്രെയിനിൽ ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ ഇരിക്കുന്ന സീറ്റിനകത്തേക്ക് അവർ നമുക്ക് എത്തിച്ചേരും. ഈ ഒരു ഓപ്ഷനാണ് എൻ്റെ ഒരു സജഷനിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്റ്റോറൻറ്റ് ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഭക്ഷണം നല്ല ക്ലീൻ ആയിട്ടും സേഫ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. നല്ല ഹോട്ടലിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് അവർ ഡെലിവറി ചെയ്യും. ഈ ഓൺലൈൻ ഫുഡ് ഓർഡർ ആണ് നമുക്ക് ട്രെയിനിലൊക്കെ ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു ഫുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഓൺലൈനായിട്ട് ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടും, എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അങ്ങനെ ട്രെയിനിൽ ഓൺലൈനായിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റാവുന്ന 2 ബെസ്റ്റ് ഓപ്ഷനാണ് IRCTC കാറ്ററിംഗ് ആൻഡ് സൂപ്പ് ഇന്ത്യ. IRCTC കാറ്ററിംഗും സൂപ്പ് ഇന്ത്യയും, ഇതിൽ 2 വഴിയും നമുക്ക് ഓൺലൈനായിട്ട് ഫുഡ് നമുക്ക് ട്രെയിനകത്ത് നിന്ന് ഓർഡർ ചെയ്യാം. നമ്മൾ ഈ വെബ്സൈറ്റിനകത്തേക്ക് IRCTC കാറ്ററിംഗിന്റെയോ സൂപ്പ് ഇന്ത്യന്റെയോ വെബ്സൈറ്റിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളോട് PNR നമ്പർ ചോദിക്കും. അപ്പൊ നമ്മൾ PNR നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഫുഡ് ഡെലിവർ ചെയ്യേണ്ടത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് വേണ്ടത്, ഏത് ഫുഡാണ് വേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മളെ ട്രെയിന് ആ സ്റ്റേഷനിൽ നമുക്ക് ഏത് സ്റ്റേഷനിൽ നിന്നാണോ ഫുഡ് വേണ്ടത് ആ സ്റ്റേഷനിലേക്ക് നമ്മളെ ട്രെയിൻ എത്തുമ്പോഴേക്കും നമ്മളെ സീറ്റിനകത്തേക്ക് ഈ ഫുഡ് നമുക്ക് ഡെലിവറി ആയിട്ടുണ്ടാവും. ഇതിനകത്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് UPI പേയ്മെന്റ് മെത്തേഡ്, 2 നെറ്റ് ബാങ്കിങ് മെത്തേഡ്, അല്ലെങ്കിൽ കാർഡ് വഴി ഏതെങ്കിലും ബാങ്കിന്റെ കാർഡ് വഴിയും നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അതിൽ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് UPI പേയ്മെന്റ് മെത്തേഡാണ്. UPI പേയ്മെന്റ് മെത്തേഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഗൂഗിൾ പേ, രണ്ടാമത്തേത് ഫോൺ പേ അല്ലെങ്കിൽ Paytm. ഇതുമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ്. UPI ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ് ഈ ഒരു 3 എണ്ണമാണ്. ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജും കൂടെ എന്താന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ലിക്വിഡ് മണി ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോ എല്ലാം ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫുഡ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇത് എക്സ്ട്രാ കിട്ടുന്നത് അഡ്വാൻറ്റേജ് ആണ്. ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്തിന്റെ 1-2 മണിക്കൂർ മുന്നേ ഓർഡർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ലാസ്റ്റ് ടൈം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എവിടെ നിന്നാണോ ഫുഡ് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ എത്തുന്നതിന്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഫുഡ് കിട്ടും. ഫുഡ് ലഭിക്കാനുള്ള ഒരു പ്രോ ടിപ്സ് എന്ന് പറയുന്നത് 1-2 എന്താണെന്ന് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും കോംബോ മീൽസ് ഓർഡർ ചെയ്യുക. കോംബോ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന്റെ ഫുഡിന്റെയും ആ റെസ്റ്റോറന്റിന്റെ ഒക്കെ ഒന്ന് റേറ്റിംഗും അതിന്റെ ഒരു റിവ്യൂ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് കിട്ടും. ഫുഡിന്റെ കൂടെ എക്സ്ട്രാ ഒരു വാട്ടർ ബോട്ടിലും കൂടെ ഓർഡർ ചെയ്യുക, നമ്മളെ ഡെലിവറി ടൈം ഒക്കെ ഒന്ന് കൺഫേം ചെയ്യുക. ഈ ഒരു കാര്യങ്ങളും കൂടെ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല ട്രെയിനിൽ വിശന്ന് ഇരുന്ന് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് തന്നെ കറക്റ്റ് സമയത്തിന് നമുക്ക് ഫുഡ് കഴിക്കാം. ഈ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവരും വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് ആണ് 1-2 ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ഒന്ന്, PNR നമ്പർ നമ്മൾ റോങ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. 2, ലാസ്റ്റ് മിനിറ്റ് ഓർഡർ. അവസാന നിമിഷം നമ്മൾ തിരക്ക് കൂട്ടി ഓർഡർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പേയ്മെന്റിനൊക്കെ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് കണക്ഷനും ഇതൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒരിക്കലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് വെക്കരുത്. ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു ഫുഡ് ഒരിക്കലും നമ്മൾ ഓർഡർ ചെയ്യരുത്. പേയ്മെന്റ് വെരിഫൈ ചെയ്യാത്തത്, പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. പേയ്മെന്റ് ആയിട്ടുണ്ട് എന്ന് വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും നമ്മളെ സീറ്റിലേക്ക് ഈ ഭക്ഷണം എത്തുള്ളൂ.
ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല സേഫ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി.